ഇന്ത്യയുടെ ചരിത്രം തിരുത്തി എഴുതിയ ഒരു ബഡ്ജറ്റ് എന്ന് പറയേണ്ടി വരും. നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടത്തരക്കാർക്കും സാധാരണക്കാർക്കും ഇത്രയും ആശ്വാസകരമായ ഒരു ബഡ്ജറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റാണ് ഇത്തവണ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. 10 ലക്ഷം വരെ വരുമാനം ഉള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല എന്നുള്ള ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസമെങ്കിൽ നടന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിനെയൊക്കെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല എന്നൊരു വമ്പൻ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കും സാധാരണപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കുമൊക്കെ, അതായത് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഇടത്തരക്കാർക്കൊക്കെ 80,000 മുതൽ 1,10,000 രൂപ വരെ മിച്ചം പിടിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നികുതി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു. ഇത് വളരെ കാലമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. 10 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പല ഭാഗത്തുനിന്നും അഭ്യർത്ഥനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് മാറ്റി 12 ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 റിബേറ്റ് അടക്കം 12.75 ലക്ഷം രൂപ വരുമാനം ഉള്ളവർക്ക് അടയ്ക്കേണ്ട എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം, വലിയ വാർത്തയാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ വിപണിയിലേക്ക്, ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തുകയാണ്. കാരണം അവർ വർഷാവർഷം അടയ്ക്കേണ്ട ടാക്സ് അതൊരു 80,000 മുതൽ 1,10,000 രൂപ വരെ വരും. ആ ടാക്സ് അടയ്ക്കേണ്ടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായി ആളുകളുടെ കയ്യിൽ പണം എത്തുകയും അത് വിപണിയിലേക്ക് ഒഴുകുകയും ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഒരു വമ്പൻ പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയും. കാരണം ഇന്നലെ വരെ നാമൊക്കെ സ്വപ്നം കണ്ടത് 10 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതി കൊടുക്കേണ്ടി വരുമായിരിക്കില്ല, അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് അത് 12 ലക്ഷമാകുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ മാസം 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ രീതിയിൽ തന്നെ അത് ഈ മധ്യവർഗത്തിന് ഗുണകരമായി തീരും. ആ ഗുണകരമാകുന്നത് വിപണിയിൽ പുതിയ ഉണർവുണ്ടാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മുതിർന്ന പൗരന്മാർക്ക് 50,000 രൂപ വരെ വരുമാനമുള്ള മുതിർന്ന പൗരന്മാർക്ക് TDS നൽകേണ്ടതില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പരിധിയും കൂട്ടിയിരിക്കുന്നു. 1 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് TDS നൽകേണ്ട, അതായത് സാധാരണക്കാരെ മുന്നിൽ കണ്ടുകൊണ്ട് സാധാരണക്കാർക്കായി ഉള്ള ഒരു ബഡ്ജറ്റ് എന്ന് നമുക്കിതിനെ അക്ഷരം തെറ്റാതെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.